ഹായ് ഫ്രണ്ട്സ്, നയനയുടെയും ആദർശിൻ്റെയും പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആരെങ്കിലും പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണെങ്കിൽ ഇങ്ങനെ കിച്ചണിലിരുന്ന് പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടേക്ക് മുത്തശ്ശി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാനി, നീ തന്നെയാണോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്? ഇവിടെ ബാക്കിയുള്ളവർ ഉള്ള രണ്ടുപേർ എന്തിയെ, നീ വയ്യാതെ സുഖമില്ലാതെ എന്തിനാ ഇതൊക്കെ തന്നെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ലമ്മേ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും മുത്തശ്ശി പറയുന്നുണ്ട്, ആഹാ, ഇത് നയനമോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ദേവയാനി പറയുകയാണ്, അവൾക്ക് ഇഷ്ടപ്പെട്ടതാണോ, എങ്കിൽ പിന്നെ ഞാനിത് ഉണ്ടാക്കില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, എന്തായാലും ഉണ്ടാക്കിയില്ലേ, പിന്നെ ഇതൊക്കെ ആ ജലജയല്ലേ ഉണ്ടാക്കേണ്ടത്, ജലജയുടെ മരുമകളുടെ ചടങ്ങാണല്ലോ നടക്കുന്നത്. അപ്പോൾ പിന്നെ രണ്ടുപേരും കൂടി എന്തെങ്കിലും പരിദൂഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ദേവയാനി പറയുന്നുണ്ട്, ഒന്നും എനിക്കറിയില്ല, സാരമില്ല, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും നീ തന്നെ കിടന്ന് ചെയ്യണ്ട, ഞാനും കൂടി സഹായിക്കാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കനകയും നന്ദുവും കൂടി പലഹാരങ്ങളൊക്കെ റെഡിയാക്കിയാണ്. അച്ചപ്പോ ഉണ്ണിയപ്പോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കനക. ഇതെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്ദു. ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നന്ദുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ജ്യോത്സ്യം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മനസ്സിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോൾ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, ആ ആളെ തന്നെ വിവാഹം കഴിക്കും, അയാളെ തനിക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജ്യോത്സ്യൻ്റെ വാക്കുകൾ ഇങ്ങനെ നന്ദുവിൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ കയറി ഇറങ്ങിയാണ്. അപ്പോഴത്തേക്കിനും കനക ചോദിക്കുന്നുണ്ട്, എന്നെ സഹായിക്കുന്നുണ്ടെങ്കിലും നിന്റെ മനസ്സ് ഇവിടെയൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നന്ദു പെട്ടെന്ന് പറയുന്നുണ്ട്, ഒന്നുമില്ലമ്മേ, ഞാൻ അവിടേക്ക് വരണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും കനക പറയുന്നുണ്ട്, അത് തന്നെയാണ് മോളെ ഞാനും പറയാനിരുന്നത്, വരണ്ടെന്നായിരുന്നു എൻ്റെയും ഞങ്ങളുടെയും അഭിപ്രായം. എന്നാൽ മുത്തശ്ശിയല്ലേ വിളിച്ച് പറഞ്ഞത് മോളെ ഉറപ്പായിട്ടും കൊണ്ടുവരണമെന്ന്. അവരുടെ വാക്കുകൾ ധിക്കരിച്ച് നമ്മൾ എങ്ങനെയാ പോവാണ്ടിരിക്കുക? തന്നെയല്ല, ഇന്നലെ ആദർശ് മോനും വിളിച്ച് പറഞ്ഞു നന്ദുവിനെ ഉറപ്പായിട്ടും കൊണ്ടുവരണമെന്ന്, അതുകൊണ്ട് എങ്ങനെയാ പോകാണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് കനക തന്നെ പറയുന്നുണ്ട്, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ജലജയും ജാനകിയൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുകളായിട്ട് പറയും, അപ്പോൾ മോൾ അതിനൊന്നും ചെവി കൊടുക്കാൻ നിൽക്കണ്ട, മറുപടി പറയാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോഴത്തേനും നന്ദു പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ലമ്മേ, എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നല്ലതായിട്ട് തിരിച്ച് പറയും, കാരണം ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ മിണ്ടാതിരുന്നിട്ട് എന്നെ അവരെല്ലാവരും കൂടി കൊലപ്പെടുത്താൻ വരെ ശ്രമിച്ചില്ലേ, അപ്പോൾ പിന്നെ ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും കനക പറയുന്നുണ്ട്, മോള് തന്നെയല്ലേ പറഞ്ഞത് അങ്ങോട്ട് വരണോ വേണ്ടിയോ എന്ന് ആലോചിക്കുകയാണെന്ന്, അപ്പം അതൊന്നും അല്ലായിരുന്നു ചിന്തയല്ലേ, പിന്നെ എന്താ ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അതുകൊണ്ടമ്മേ, പിന്നെ ഞാൻ SI സെലക്ഷൻ കിട്ടുവാണെങ്കിൽ പോകണോ വേണ്ടിയോ എന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോഴത്തേനും കനക പറയുന്നുണ്ട്, അത്രയും നല്ല ജോലി കിട്ടുമ്പോൾ എന്തിനാ വേണ്ടെന്ന് വയ്ക്കുന്നതിന് പോകണം, പക്ഷേ മോളുടെ ഈ എടുത്തിയാട്ടമൊക്കെ കളഞ്ഞ് നല്ല മുതിർന്നവരോടൊക്കെ, നല്ല മേലുദ്യോഗസ്ഥന്മാരോടൊക്കെ നല്ല താഴ്മയോടുകൂടി സംസാരിച്ച് അവരുടെ ഇഷ്ടത്തിനൊക്കെ നിൽക്കണമെന്ന് പറയുമ്പോഴത്തേക്കിനും നന്ദു പറയുന്നുണ്ട്, ഞാൻ ഇത്ര കാലം ഇരുന്നോളാന്നൊന്നും ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല, ജീവിക്കുന്ന കാലം ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യും, അതിനാരുടെയും കീഴിലൊന്നും നിൽക്കുന്ന പ്രശ്നമില്ല, പിന്നെ നായിനേച്ചിക്കും അച്ഛനും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഈ ജോലി വേണോ വേണ്ടയോ ഇന്നിങ്ങനെ ഇരുന്ന്, എന്തായാലും ഞാൻ ഇനി അതങ്ങ് ആസ്വദിച്ച് ജോലി ഏറ്റെടുക്കാൻ പോവുകയാണെന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ആദർശും നയനയും ട്രിപ്പൊക്കെ കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഈ ചടങ്ങുള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കായിരുന്നു എന്ന് പറയുമ്പോഴത്തേനും നയനയ്ക്കും ഇങ്ങനെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇനിയിപ്പോൾ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരും, എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ എന്നിങ്ങനെ ആദർശ് നയനയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിന് നയന പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ആദർശേട്ടാ ഇത്ര സന്തോഷകരമായിട്ട് ഒരു യാത്ര പോയത്, സ്കൂൾ പഠിക്കുന്ന സമയത്ത് പോലും നവ്യേച്ചി മാത്രമേ പോയിട്ടുള്ളൂ, ഞാനും നന്ദുവും അങ്ങനെ എങ്ങും പോയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേന് ആദർശ് പറയുന്നുണ്ട്, പണ്ടും നവ്യയ്ക്ക് അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നായിരിക്കും അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നയനയോടായിട്ട് പറയുന്നുണ്ട്, തനിക്കും എങ്ങനെ അല്ലായിരുന്നോ, കുറച്ച് ദിവസം കൂടി നിൽക്കാനല്ലായിരുന്നു ആഗ്രഹം എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനാണ് നയന പറയുന്നത്, അതെ ആദർശേട്ടാ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇനി തന്നെ ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകും, നമുക്ക് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യണം, ഞാൻ ബിസിനസ് ട്രിപ്പിനായിട്ട് ഫോറിൻ കൺട്രീസ്
കൺട്രീസിലൊക്കെ നമുക്ക് ഒരുമിച്ച് പോകണം, സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് ജലജയാണെങ്കിൽ അമ്മയോടിങ്ങനെ മുത്തശ്ശിയോടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ടൊക്കെ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അച്ഛനും അമ്മയും എന്നെ വേണ്ടെന്ന് പറഞ്ഞ അവസരത്തിൽ നിങ്ങളാണ് എന്നെ മകളായിട്ട് ദത്തെടുത്തിയതും എന്നെ സ്നേഹിച്ചതും വളർത്തിയതും എല്ലാം അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്കും സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അതല്ല അമ്മേ, ഞാൻ അന്നൊക്കെ ഒരുപാട് സന്തോഷത്തിലായിരുന്നു, എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടി, എന്നാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ നീയും നിൻ്റെ മകനും കൂടി ഒപ്പിക്കുന്നതാണ്, നിങ്ങൾ സ്വയം നന്നായാൽ സന്തോഷങ്ങളൊക്കെ തിരിച്ചു വന്നോളൂ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നവ്യ ഇങ്ങനെ ബാൽക്കണിയിൽ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശിൻ്റെയും നയനയുടെയും കാറ് വന്ന് മുറ്റത്തേക്ക് നിർത്തുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നവ്യ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഓടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓടി വരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ജലജ പറയുന്നുണ്ട്, അവളുടെ വയറ്റിൽ കിടക്കുന്ന ഇത് എല്ലാം തികഞ്ഞ കുഞ്ഞാണല്ലോ, അപ്പോൾ പിന്നെ അവൾക്ക് അതൊന്നും നോക്കണ്ടല്ലോ എന്നിങ്ങനെ കുത്തി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നവ്യ ഇങ്ങനെ സന്തോഷത്തിൽ പറയുന്നുണ്ട്, അതെ അമ്മ മുത്തശ്ശി ആദർശേട്ടനും നയനയും വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോട് കൂടി നോക്കുമ്പോഴത്തേനും ആദർശ് ഇങ്ങനെ നയന ഇങ്ങനെ സന്തോഷത്തോടു കൂടി കയറി വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ യാത്രയൊക്കെ സുഖമായിരുന്നോ അല്ല എന്ന് പറയുമ്പോഴേക്കും എല്ലാം സന്തോഷമായിട്ട് നല്ല രീതിയിൽ നടന്നു എന്ന് പറയുന്നുണ്ട് നയന. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അത് മോളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശം ഇങ്ങനെ കയറി വരുമ്പോഴത്തേനും ദേവയാനി ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി വരുന്നുണ്ട്. അപ്പോൾ ദേവയാനിയോടായിട്ട് ആദർശ് പറയുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കണമെന്ന് കരുതിയതാണ്, പിന്നെ ഇവിടെ ചടങ്ങ് നടക്കുന്നതുകൊണ്ടാണ് തിരിച്ചു വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാനിക്കായിട്ട് ഒരു സാരി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അപ്പോഴത്തേക്കിനും ദേവയാനി ഒരുപാട് സന്തോഷത്തോടു കൂടി മേടിക്കുമ്പോഴത്തേനും ഇതാരാ, നീയാണോ സെലക്ട് ചെയ്തതെന്ന് ദേവയാനി ചോദിക്കുമ്പോഴത്തേനും നയന പെട്ടെന്ന് കയറി പറയുന്നുണ്ട്, അല്ലമ്മേ ആദർശേട്ടനെ ഇത് സെലക്ട് ചെയ്തത് ഞാനല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ കുളിച്ച് റെഡി ആവാനായിട്ടൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ജലജ ഇങ്ങനെ കുത്തി കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആദർശ കള്ളം പറഞ്ഞതായിരിക്കും ഏട്ടത്തി, അവളായിരിക്കും സെലക്ട് ചെയ്തത് എന്ന് പറയുമ്പോഴത്തേനും മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിനാടി നീ എല്ലായിടത്തും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല എന്ന് പറയുമ്പോഴത്തേനും മുത്തശ്ശി പറയുന്നുണ്ട്, അതെ നയനെ സെലക്ട് ചെയ്തതാകുമ്പോൾ മോക്ക് ദേവയാനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ അവൾക്ക് കിട്ടുമെന്ന് ഓർത്തായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് ആദർശം നയനയും കൂടി ബെഡ്റൂമിലിരുന്ന് സംസാരിക്കുകയാണ്. നമ്മളിപ്പോഴാണ് ഇങ്ങനെ ആയിരിക്കണം ശരിക്കും ഒരു കുടുംബജീവിതം ആരംഭിക്കേണ്ടത്. രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന രണ്ടുപേര് നല്ല രീതിയിൽ മനസ്സുകൊണ്ട് അംഗീകരിച്ച് മനസ്സിലാക്കിയ ശേഷം വേണം ഒരു കുടുംബജീവിതം ആരംഭിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോഴത്തേന് നയന പറയും, നമുക്കിങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടല്ലേ ആദർശേട്ടാ ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് ഇവർ നവ്യേച്ചിക്ക് എടുത്ത സാരി നമുക്ക് കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ പോയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി അവിടെ നിന്ന് ആ റൂമിൻ്റെ വാതിൽക്കൽ കൂടി നടന്നു പോകുമ്പോൾ കേൾക്കുന്നത് നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാൻ എടുത്ത സാരിയാണെന്ന് പറയാതിരുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയല്ലോ ഓർത്തിട്ടാണ് എന്ന് പറയുമ്പോഴത്തേക്കിനും ആദർശ് പറയുന്നുണ്ട്, അത് നന്നായി, നിന്റെ സെലക്ഷൻ ഏതായാലും അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്നൊക്കെ കേൾക്കുമ്പോഴത്തേനും ദേവയാനിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ദേവയാനി പോയി ആ സാരി എടുത്തു വെച്ച് ഒത്തിരി സന്തോഷത്തോടു കൂടി ഇത് വേണം എനിക്ക് 5-ാം മാസത്തിൽ ഉടുക്കാൻ എന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടു കൂടി എടുത്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് നവ്യ ഇങ്ങനെ 5-ാം മാസത്തിന് വേണ്ടി ഒരു പഴയ സാരിയൊക്കെ ഉടുത്ത് റെഡി ആവുകയാണ്. അവിടേക്ക് നയന സാരിയുമായിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. നവ്യേച്ചി ഈ സാരിയാണ് ഉടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അതെ ഇത് മതിയല്ലോ എന്ന് പറയുമ്പോഴത്തേനും നവ്യേച്ചിക്ക് വേണ്ടിയിട്ട് പുതിയ സാരി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ ഒത്തിരി സന്തോഷത്തോടു കൂടി അത് മേടിച്ച് നോക്കുന്നുണ്ട്. ഇത് ഒരുപാട് വിലയായി കാണുമല്ലോ നയനെന്ന് പറയുമ്പോഴത്തേക്കിനും അതൊന്നും നോക്കിയില്ല. ആദർശേട്ടൻ പറഞ്ഞു ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറഞ്ഞു
പറഞ്ഞു അങ്ങനെ എടുത്താന്ന് പറയുമ്പോഴത്തേക്കിന് നവിക്ക് ഇങ്ങനെ ഒരുപാട് സന്തോഷവും സങ്കടവും വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അബിയല്ലേ എനിക്ക് മേടിച്ച് തരേണ്ടത്, എന്നാൽ അബി എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോവോ, ഈ ചടങ്ങിന് വേണ്ടി ഒന്നും മേടിച്ച് തരുവോ ചെയ്തിട്ടില്ല. അവന് ഈ കുഞ്ഞിനോട് ഒരു താല്പര്യമില്ല, ഈ കുഞ്ഞ് ജനിക്കണമെന്ന് പോലും അവന് ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നവ്യ ഒരുപാട് സങ്കടം പറയുമ്പോൾ നയനി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും ചേച്ചി സമാധാനമായിട്ടിരിക്കുക, ഞാനും ആദർശേട്ടനും ഒക്കെ എപ്പോഴും ചേച്ചിയുടെ ഒപ്പം ഉണ്ടാവും. അതുകൊണ്ട് അബി ഒരു കുഞ്ഞായി കഴിയുമ്പോഴത്തേക്കിനും മാറിക്കോളും, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിച്ചിട്ട് നയനി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം ഓർത്ത് സങ്കടത്തോടു കൂടി നിൽക്കുന്ന നവ്യയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.